തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയേശുവിൻ്റെ പിറവിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയ സ്നാപകൻ്റെ ജീവിതത്തോട് ചേർന്ന് നമുക്ക് ഈ ചിന്തകളെ ഒന്ന് അനുഗ്രഹമാക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ ജീവിതത്തിൽ സ്നാപകൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ജന്മം പോലെ തന്നെ സുവിശേഷങ്ങൾ സ്നാപക പിറവിയെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏറെ സമാനതകളുള്ള രണ്ടു ജീവിതങ്ങൾ സ്നാപകൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മുമ്പിൽ ഒരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക വഴികളെ ഈ മണിക്കൂറിൻ്റെ ധ്യാനമാക്കാം. ഏറെ പ്രത്യേകമായി ഈ വലിയ അഭിഷേകം നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ ആത്മീയത എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം. ക്രിസ്മസ് എന്ത് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടവന് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അനുഭവമാണ്. സ്നാപകൻ മരുഭൂമിയിൽ കൃത്യതയോടുകൂടിയിട്ട് വിളിച്ചോതുന്ന ഒരാത്മീയ വിചാരം അത് മാനസാന്തരത്തെ ചുറ്റിപ്പറ്റിയിട്ട. മാനസാന്തരപ്പെടാൻ സ്നാപകൻ കൃത്യമായിട്ടും തൻ്റെ അനുവാചകരോടും തന്നെ കേൾക്കുന്നവരോടും പറയുന്നുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിനിണങ്ങുന്ന മാനസാന്തര വഴികളെ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്ന ലൂക്കാസ് സുവിശേഷത്തിൽ. ലൂക്കാസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ നൽകുന്ന ദർശനങ്ങളെ ധ്യാനിക്കണത് ക്രിസ്മസ് ഒരുക്കത്തിന് ഗുണകരമാണ്. കാരണം ഉണ്ണിയേശുവിൻ്റെ പിറവിക്ക് മുമ്പേ പിറവിയെടുത്ത് വളരെ കൃത്യതയോടുകൂടിയിട്ട് ദൈവികമായ ഇടപെടലുകളെക്കുറിച്ചും സക്കറിയ ഏലീശ്വാ ദമ്പതികളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് വഴിയൊരുക്കാനായിട്ട് ജനിച്ചവനാണ് എന്ന് സൂചനകൾ നൽകുകയും പിന്നീട് അപ്രത്യക്ഷമായി ക്രിസ്തുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ മുന്നോടിയായിട്ടുമൊക്കെ കടന്നു വരുന്ന സ്നാപകനെ നമ്മൾ നന്നായിട്ട് ആഴത്തിൽ അടുത്തൊന്ന് മനസ്സിലാക്കിയാൽ അത് ക്രിസ്മസ് ഒരുക്കത്തിന് ഗുണകരമാണ്. സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞില്ലേ, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരിപരുത്തവ മൃദുവാക്കപ്പെടും. ക്രിസ്മസിലേക്ക് ഒരു വ്യക്തി നടന്നു നീങ്ങുമ്പം ഈ സ്നാപകൻ്റെ ചുവടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടായി മാറാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്നാപകൻ നടന്ന വഴിയിലൂടെ നടന്ന് ക്രിസ്തുവിന് മുൻപേ പോകാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പുൽക്കൂട് കാലിത്തൊഴുത്തിൻ്റെ മുമ്പിലെത്താൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം വളരെ കൃത്യമായിട്ടും തിരുവചനം പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വഴിയൊരുക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ പഴയ കാലത്തൊക്കെ നമ്മുടെ ഉൾനാടുകളിലൊക്കെ വഴിവെട്ടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് അങ്ങനെ വെട്ടുകയാണ്. ആ വഴിവെട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്ലാനിങ് ഒന്നുമില്ല. പാൽച്ചുരത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നേക്കാം. വയനാട്ടിലേക്കുള്ള ഒരു ചുരമാണ്, ഇരിട്ടി ഭാഗത്തൂടെ വയനാട്ടിലേക്ക് എത്താനുള്ളൊരു ചുരമാണ് പാൽച്ചുരം. ആ ചുരത്തെക്കുറിച്ച് പറയുന്നത് കുറേ ആൾക്കാർ കൂടി അങ്ങ് വെട്ടി. ഒരു ശാസ്ത്രീയതയൊന്നും അതിൻ്റെ പുറകിലില്ല. എന്നാൽ സ്നാപകൻ വളരെ ശാസ്ത്രീയമായിട്ടാണ് വഴിയൊരുക്കത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകും. സ്നാപകൻ്റെ ജീവിതം തന്നെ നല്ല അടുക്കും ചിട്ടയും ഒക്കെയുള്ള ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്നാപകൻ്റെ വഴിയൊരുക്കത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിനകത്ത് പോലും ഒരു വല്ലാത്ത ഒരു നിഷ്ഠയുണ്ട്, കൃത്യതയാർന്ന ചില സൂചനകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിന് വഴിയൊരുക്കുവിൻ, പാതകൾ നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടണം. ക്രിസ്തുവിലേക്ക് എനിക്കും നിങ്ങൾക്കും അടുത്തെത്താനായിട്ട് കഴിയണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ചില താഴ്വാരങ്ങളെ, ചില താഴ്ന്ന അനുഭവങ്ങളെ, ചില ഇടിഞ്ഞും തകർന്നും കിടക്കുന്ന ഇടങ്ങളെ, ചില കുണ്ടും കുഴികളെ നികത്താനായിട്ട് തീരുമാനമെടുക്കണം. ഓട്ടയടക്കിയല്ല, കൃത്യതയോടും വ്യക്തതയോടും കൂടിയിട്ട് ക്രിസ്തു ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പം, അതായത് തമ്പുരാനോട് ഞാനിങ്ങനെ പുൽക്കൂടിലേക്ക് ചെല്ലുമ്പം അടുത്ത് ചെല്ലുകയാണ്, ഉണ്ണിയേശുവിൻ്റെ അരികിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ആ ഉണ്ണീശോയ്ക്ക് നമ്മളെ കാണുമ്പം
നമ്മളിങ്ങനെ കുണ്ടും കുഴിയും നിറഞ്ഞവരായിട്ട് പാണ്ടും പരിക്കുമുള്ളവരായിട്ട് ഒരു ജീവിതത്തിൽ ഒരു കൃത്യതയില്ലാത്ത വ്യക്തികളായിട്ട് മാറാൻ പാടില്ല. ഉണ്ണിയേശുവിൻ്റെ അരികിലേക്ക് അടുപ്പത്തോടെ അടുത്തായിരിക്കാൻ കഴിയുന്ന വിധം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കുണ്ടും കുഴികളുടെ മേഖലകളൊക്കെ നികത്തപ്പെടണം. പുണ്യം ചെയ്തും നന്മകൾ ചെയ്തും സൽപ്രവർത്തികൾ ചെയ്തും സ്വർഗം സ്വപ്നം കണ്ട അന്ത്യവിധിയുടെ മാനങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ജീവിക്കണം. അപ്പോഴാണ് ആ കുണ്ടും കുഴിയൊക്കെ നികന്നു കിട്ടുക. അവിടെ ഇവിടെയൊക്കെയുള്ള പരിക്കുകളൊക്കെ ഒരു പ്ലാസ്റ്റിക് സർജറി പോലെ പുണ്യത്തിൻ്റെ പ്ലാസ്റ്റിക് സർജറി വഴി ഒന്ന് പരിഹരിക്കാനായിട്ട് തീരുമാനമെടുക്കണം. വീണ്ടും പറയാണ്, കുന്നും മലയും നികത്തപ്പെടും. ഉയർന്നു നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ചില മേഖലകളൊക്കെ തട്ടി നിരത്തേണ്ടതായിട്ട് വരും. എൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ, എൻ്റെ സ്ഥാനമാനത്തിൻ്റെ, അധികാരത്തിൻ്റെ, വലുത് എന്ന ഭാവത്തിൻ്റെ ഭാഗങ്ങളെയെല്ലാം അത്തരം ആഗ്രഹങ്ങളെയും ആശയങ്ങളെയും എല്ലാം തെല്ലൊന്ന് ബലി കഴിക്കാനായിട്ട് തീരുമാനമെടുത്ത് അവിടേക്ക് സ്വർഗത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈ വെട്ടിനിരത്തലും വെട്ടിയൊരുക്കലും ഒക്കെ. അവിടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകൂ. വീണ്ടും വളഞ്ഞ വഴികൾ നേരെയാക്കണം. ജീവിതത്തിൽ ഇന്നോളം സ്വീകരിച്ച വളഞ്ഞ വഴികൾ ചില ആളുകളൊക്കെ വളരെ തന്ത്രപരമായിട്ട്, ഇപ്പം നമ്മുടെ ഓൺലൈനിലൊക്കെ തട്ടിപ്പേ ഉള്ളു. ലോക്ക്ഡൗണിലൂടെ ആളുകൾ തട്ടിപ്പിൻ്റെ ഭാഗമായി എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും. അതുപോലെ എങ്ങനെയാ ജീവിതത്തിൽ നേടാൻ പറ്റുക, വിജയിക്കാൻ പറ്റുക എന്ന ചിന്തയ്ക്കപ്പുറം ഏത് തലത്തിലുള്ളവരെയും അപകടകരമായി സ്വാധീനിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു ഒരു ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്. വീട്ടമ്മമാർക്കും വേറെ തൊഴിലൊന്നും എടുക്കാൻ പറ്റാത്തവർക്കുമുള്ളതാണ് അവൻ പറഞ്ഞത്. എന്താ ടെക്നിക്ക്? ഒരു 20,000 രൂപ തരിക, ഒരു 10 ആളെ ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ലളിതമായിട്ട് ഈ സഹോദരി ഒറ്റ ശ്വാസത്തിൽ എന്നോട് പറഞ്ഞു കേൾപ്പിച്ചു. ഞാനൊന്നും പറയാൻ പോയില്ല. പൈസ കൊടുത്ത് ഈ ചത്ത പശുവിൻ്റെ ജാതകം എഴുതിയിട്ട് കാര്യമില്ലെന്ന് ഓർത്ത് ഞാൻ ഫോണിലാണ് എന്നോട് ഈ വിഷയം പറയുന്നത്. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, പത്രത്തിൽ പടം പാടാതിരിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഓൺലൈനിൽ ഇങ്ങനെ നടക്കുക തട്ടിപ്പ്. ലൈക്ക് ചെയ്ത സമ്മാനം, ഡിസ്ലൈക്ക് ചെയ്ത സമ്മാനം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാലത്തുണ്ടായിരുന്നതുപോലെ ഈ SMS 100 പേർക്ക് ഫോർവേഡ് ചെയ്താൽ ഭയങ്കര അത്ഭുതം നടക്കും. ഇപ്പോഴും ഉണ്ട്. പണ്ടങ്ങനെ പ്രിൻ്റായിരുന്നു. വിവിധങ്ങളായ തട്ടിപ്പുകൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ തട്ടിപ്പിനകത്തും മലയാളി അതിൻ്റെ തലപ്പത്തും ഉണ്ടാവും, അതിൽ പങ്കാളിയുമായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ജീവിതത്തിൽ ഈ വളഞ്ഞ വഴികളെ നേരെയാക്കാനുള്ള തീരുമാനം ഉണ്ടാവണം. ഈ ക്രിസ്മസ് കാലത്തൊക്കെ എടുക്കേണ്ട തീരുമാനമാണ്. ഒരു മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല ലോജിക്കും പറയുമ്പോൾ നമ്മൾ അന്ധമായിട്ട് അതങ്ങ് വിശ്വസിക്കും. 1 ലക്ഷം രൂപ ഇട്ടാൽ അത് 6 മാസം കൊണ്ട് 1.5 ലക്ഷം ആകുമെന്ന് പറഞ്ഞാൽ ലോകത്തിലൊരിടത്തും സാധ്യമല്ല. ന്യായമായ മാർഗത്തിലൂടെ പല ടെക്നിക്കുകളിലൂടെ ആളുകൾ പറ്റിക്കപ്പെടുന്നു. ലക്ഷങ്ങളും കോടികളും എല്ലാം വിസ്മൃതിയിലായി പോകുന്നു. അതുകൊണ്ട് സ്നാപകൻ്റെ ഓർമ്മപ്പെടുത്തൽ ഈ വളഞ്ഞ വഴികൾ നേരെയാക്കണം. പരിപരുത്തവ മൃദുവാക്കപ്പെടണം. എന്നുവെച്ചാൽ നമ്മളിലൊക്കെ കുറേ കഠിനമായ നിലപാടുണ്ട്. അടുക്കാൻ പറ്റാത്ത വിധം, സമീപിക്കാനാവാത്ത വിധം ചുറ്റുമുള്ളവരെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഇടങ്ങളെയൊക്കെ ഒന്ന് ചെത്തിമിനുക്കിയിട്ട് ഒന്ന് മയപ്പെടുത്താനായിട്ട് നമ്മൾ എന്തിനാ ഇത്ര കഠിന ഹൃദയരാകുന്നേ? ഇന്ന് കണ്ണീര് പറ്റിയൊരു കാലത്ത് ജീവിക്കുന്നു എന്നൊക്കെ വായിച്ചപ്പം വല്ലാണ്ട് ഭയം തോന്നുക. അതായത് മറ്റൊരുവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം, നൊമ്പരം, വേദന, കഷ്ടത ഇത്തരം അനുഭവങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കണ്ണീര് പൊഴിക്കാനായിട്ട്, ഉള്ളിൽ തട്ടി ഒന്ന് കരയാനായിട്ട്, നെഞ്ചുപൊട്ടിയ വേദനയുടെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാകുമെന്നൊന്ന് പറയാനായിട്ട് മടിയുള്ളൊരു കാലത്ത് ജീവിക്കുക. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. എല്ലാവരും ഓട്ടത്തിലാണ്. തൃശ്ശൂർ ഭാഗത്തൊരു ചെരുപ്പ് കടയ്ക്ക് തീ പിടിച്ചു. ആ ചെരുപ്പ് കടയ്ക്ക് തീ പിടിച്ചിട്ട് അവസാനം പോലീസ് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു ഫയർ എഞ്ചിന് ഈ തീ കെടുത്തുന്നിടത്തേക്ക് എത്താൻ വേണ്ടി. കാരണം ആളുകൾ മുഴുവനും ആ റൗണ്ടിനകത്ത് വണ്ടി നിർത്തിയിട്ട് വീഡിയോ പിടിക്കുക. ലൈവ് എത്ര ഭയാനകമാണെന്ന് ഓർമ്മിക്കണം. ഈ കഠിനമായിട്ടുള്ള ഇടങ്ങളെയൊക്കെ ഒന്ന് മയപ്പെടുത്താനായിട്ട്, തെല്ലൊന്ന് മൃദുവാക്കാനായിട്ട് കൂടെ നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് ഒരുങ്ങണം. അപ്പോൾ സ്നാപകൻ്റെ പ്രബോധനത്തിൻ്റെ മർമ്മമാണ് ഞാൻ പങ്കുവെച്ചത്. സ്നാപകൻ ക്രിസ്മസിന് ഒരുങ്ങാനായിട്ട് എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാവണം. ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ പേഴ്സൺ എന്നൊരു പുസ്തകം വായിക്കാനിടയായി, ഒരു കുറിപ്പ്. അതായത് വിജയിച്ച മനുഷ്യൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ് അതിനകത്തുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ഒരു യൂറോപ്പിലെ ട്രെയിൻ യാത്ര. ഒരപ്പനും 3 മക്കളും കൂടിയിട്ട്
ആ ട്രെയിനിൽ വേഗം വന്ന് കയറുന്നു. അപ്പനൊരു മൂലയിൽ ഇങ്ങനെ ശാന്തമായിട്ട് വളരെ സൈലൻ്റായി ചാരിയിരിക്കുകയാണ്. ഈ കുട്ടികൾ 10-12 വയസ്സൊക്കെ പ്രായമുള്ളതിൽ താഴെ പ്രായമുള്ളൂ. ഇവർ ഭയങ്കര വർത്തമാനവും ബഹളവും. ട്രെയിനിൽ കംപ്ലീറ്റ് നിശബ്ദതയായിരുന്നു. പക്ഷേ ഇവർ വന്നതോടുകൂടിയിട്ട് ആകെപ്പാടെ ബഹളായി. ആളുകളൊക്കെ ഇവനെ അപ്പനെ നോക്കാൻ തുടങ്ങി. അപ്പൻ അവിടെ ശാന്തമായ ഒരു മൂലയ്ക്ക് ഇരുന്ന് വിശ്രമിക്കുകയാണ്. അയാളതൊന്നും കേൾക്കുന്നില്ല. അവസാനം ആരോ ഇയാളെ തട്ടി ഉണർത്തി, സഹോദര, താങ്കളുടെ മക്കൾ എന്ത് പണിയായി കാണിക്കുന്നത്, വണ്ടിക്കകത്ത് കിടന്ന് ഇതുപോലെ ബഹളം ഉണ്ടാക്കുന്നല്ലോ. അയാൾ വേഗം സോറി പറഞ്ഞ് മക്കളെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഈ അടുത്ത് നിന്ന് ആളോട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരികയാണ്, എൻ്റെ ഭാര്യ മരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി, കുറച്ച് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടിയകത്ത് കയറി, മനസ്സ് സ്വസ്ഥമല്ലാത്തത് കൊണ്ട് ഇതൊന്നും കേട്ടില്ല, ഉറക്കം ക്ഷീണം ബുദ്ധിമുട്ട് ഒരുപാടുള്ളത് കൊണ്ട് ഇതൊന്നും കേൾക്കാനായില്ല, ഞാൻ അതുകൊണ്ടാണ് അവരെ വേണ്ട വിധം അടക്കി നിർത്താതിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ട മാത്രയിൽ ഈ സഹോദരൻ, കേട്ട മനുഷ്യൻ തൻ്റെ അടുത്തുള്ളവരോടൊക്കെ ഈ വിശേഷങ്ങൾ പറഞ്ഞു. അത്ഭുതകരമായിട്ട് ആ ട്രെയിനിനകത്ത് ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി മാറിയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി അവിടെ ഫില്ല് ചെയ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രേ ഉള്ളൂ. വിജയം വരിച്ച ജീവിതങ്ങളുടെ അടയാളമായിട്ട് ആ ഗ്രന്ഥകാരൻ കുറിച്ചു വെക്കുകയാണ്, ഇത്തരം നിലപാടുകളാണ് വിജയം വരിച്ചവൻ്റെ ജീവിതത്തിൽ നാം കണ്ടെത്തുക. കൃത്യമായിട്ടും സ്നാപകൻ്റെ ജീവിതത്തോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ കണ്ടെത്തുന്നതുമായ വലിയൊരു സത്യം ഇത് തന്നെയാണ്. സ്നാപകൻ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നമ്മളിങ്ങനെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ നന്നായിട്ടൊന്ന് വിലയിരുത്തിയിട്ട് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആത്മാവും അതിൻ്റെ ആഴങ്ങളും അറിഞ്ഞിട്ട് വേണം വിധി വിമർശനങ്ങളുടെ വഴിയിലെത്താനായിട്ട്. ക്രിസ്മസ് സ്നാപകനോടൊപ്പം ഒരുങ്ങുമ്പം നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതത്തിലെ കുന്നും മലകളുമൊക്കെ നിരത്താൻ, താഴ്വരകളൊക്കെ നികത്താൻ, വളഞ്ഞ വഴികളൊക്കെ കൊണ്ട് നേരെയാക്കാൻ, പരിപരുത്തവ മൃദുവാക്കാൻ നമുക്ക് ദർശനം കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇനി സ്നാപകൻ്റെ ചില പ്രത്യേകത കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സ്നാപക ജീവിതത്തോട് ചേർന്ന് ക്രിസ്മസ് ഒരുക്കത്തിലെത്താൻ. സ്നാപകൻ്റെ പ്രത്യേകത അഹങ്കരിക്കാനും അഭിമാനിക്കാനും വകയുള്ള ഏറ്റവും ഔന്നത്യ സ്ഥാനമുള്ളൊരു വ്യക്തിത്വം. അതുകൊണ്ടാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല എന്നൊക്കെ വചനം പറയുന്നത്. അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാരെ പറഞ്ഞു വയ്ക്കും, സ്നാപകൻ അഹങ്കരിക്കാനായിട്ട് 5 കാരണങ്ങളുണ്ടായിരുന്നത്രേ. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അഹങ്കരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു മനുഷ്യൻ എളിമയുടെ നിറകുടമായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട് യേശുവിന് വഴിയൊരുക്കുമ്പം നമ്മളും ക്രിസ്മസ് ഒരുക്കത്തിൽ അഹങ്കരിക്കാനായിട്ടുള്ള സ്നാപകൻ്റെ 5 കാരണങ്ങൾ ധ്യാനിക്കണം. എളിമയിൽ സ്നാപകനെത്തിയ ചൈതന്യത്തെ മനസ്സിലാക്കുകയും വേണം. ഒന്നാമത്തെ കാരണം, അമ്മയുടെ ഉദരത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് സ്നാപകൻ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്നാപകൻ അഹങ്കരിക്കാൻ അവകാശമുള്ളവനാ. ആ അഹങ്കാരം കാണിച്ചില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പോലുമില്ല, ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല, പിന്നെ നമ്മൾ എന്തിനാണ് അഹങ്കരിക്കണത്? രണ്ടാമത്തേത്, മിശിഹായ്ക്ക് വഴിയൊരുക്കുക എന്ന ചരിത്ര നിയോഗം. എന്നുവെച്ചാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാവുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ സ്നാപകൻ്റെ റോള്, സ്നാപകൻ്റെ സ്ഥാനം മറ്റുള്ളവരെക്കാളൊക്കെ മുന്തിയതാണ്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മളാരും ചരിത്ര നിയോഗങ്ങളൊക്കെ ഏറ്റെടുത്ത് ജീവിക്കുന്നവരൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഈ വലിപ്പം വല്ലാതെ കാണിക്കണത്? വീണ്ടും സ്നാപകൻ്റെ പ്രത്യേകത, സ്നാപകൻ അഹങ്കരിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം, ഏലിയായുടെ പുനരവതാരം എന്ന് പോലും ബൈബിൾ അവകാശപ്പെട്ടത്. എന്നുവെച്ചാൽ പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരൻ എന്ന് കൃത്യമായിട്ടും ബൈബിൾ പറയുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ അന്ന് കാലം വിശ്വസിച്ച ഒരു ജീവിതം, അത്രയ്ക്ക് ഔന്നത്യമുള്ള ആളുകളുമായിട്ട് ജീവിതത്തിൽ അടുപ്പമുള്ളൊരു വ്യക്തി താഴ്മയോടുകൂടെയിട്ട് പറയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മളിത്തരം വലിയ ഔന്നത്യമുള്ള ബന്ധങ്ങളോ ഉന്നതമായ ഇടങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതല്ലല്ലോ. പിന്നെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നേ? ഈ അഹങ്കാരം കാണിക്കണേ. നാലാമത്തെ കാര്യം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. അത് ബൈബിൾ പറഞ്ഞതാ. സ്ത്രീകളുടെ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് സ്നാപകനെന്ന്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം അടയാളപ്പെടുത്താൻ തക്ക വിധമുള്ള ആധികാരികമായിട്ട് വിലയും നിറയുമുള്ള സ്നാപക ജീവിതം നമ്മുടെ മുമ്പിൽ എളിമയോടെ നിൽക്കുമ്പം നമ്മളും ചോദിക്കണം, ഇത്രയ്ക്ക് വലുപ്പം അവകാശപ്പെടാൻ നമുക്ക് വല്ലതും ഉണ്ടോ? അവസാനമായി, വലിയ ജനപിന്തുണയുള്ളവൻ.
വലിയ ജനപിന്തുണയുള്ളവൻ. ഇതൊന്നുമില്ലാത്ത നമ്മൾ സ്നാപകൻ്റെ ജീവിതത്തെ ഈ ക്രിസ്മസ് കാലത്തൊന്ന് ധ്യാനിച്ചിട്ട് ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. പൗലോസ്ലീഹ 1 കൊറിന്തോസ് 4:7 പറയും, സ്വന്തമെന്ന് അവകാശപ്പെടാൻ നിനക്ക് എന്തുണ്ട്, എല്ലാം ദാനമായിരിക്കെ. ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങുക എന്നുള്ളത്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായിട്ടൊന്ന് പേടിച്ചാൽ കാലേ നല്ല വൃത്തിയായിട്ടൊരു മുള്ളുകൊണ്ടാ നമ്മുടെ ഉറക്കം തീരില്ലേ? അത്രേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തോട് വലിയ ഔദാര്യവും കാരുണ്യവും ഒക്കെ കാണിച്ചത് കൊണ്ട് നമ്മളിങ്ങനെ പരിക്ക് പറ്റാണ്ട് കടന്നു പോകുമ്പം ഈ ക്രിസ്മസ് കാലത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സ്നാപകൻ നമ്മളോട് പറയും, അഹങ്കരിക്കാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ടായിരിക്കെ തന്നെ ഈ അഹങ്കാരത്തിൻ്റെ ഇടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി എളിമയുടെ ഏറെ അനുഗ്രഹീതമായ നിലപാട് സ്വീകരിച്ച വിശുദ്ധൻ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നൽകുന്ന സുന്ദരമായൊരു ഓർമ്മപ്പെടുത്തൽ. നമ്മൾ കർണവന്മാർ പണ്ട് പറയും, താണനിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണയുള്ളൂ. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങിയാൽ, വലുപ്പത്തിൻ്റെ കണക്കുകൾ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ ദുരന്തത്തിൻ്റെ ആരംഭമായി അത് മാറുമെന്ന് ഓർക്കാം. പുൽക്കൂടിൻ്റെ പ്രത്യേകത അത് എളിമയുടെ ഇടമാണ്. സത്രം പോക്കറ്റ് വീർത്തവൻ്റെയും സമ്പാദ്യമുള്ളവൻ്റെയും അഭയ ഇടമാണ് എങ്കിൽ പുൽക്കൂട് എളിയവൻ്റെയും ഒന്നും മടക്കി കൊടുക്കാൻ കെൽപ്പില്ലാത്തവൻ്റെയും ഒരുപക്ഷെ മൃഗങ്ങളുടെയും ഒക്കെ ഇടമാണെങ്കിൽ പുൽക്കൂടിൻ്റെ സമാനതയിലേക്കാണ് നമ്മൾ വളരേണ്ടത്. പുൽക്കൂട്ടിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. അവിടെ സ്നാപകൻ കടന്നുപോയ വഴി ഈ ലാളിത്യത്തിൻ്റെ വഴിയാണ്. മരുഭൂമിയിൽ ജീവിച്ചവൻ, ലാളിത്യത്തിൻ്റെ മുഴുവൻ അടയാളങ്ങളും സ്നാപകൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുവെന്ന് തിരുവചനം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അവൻ മരുഭൂമിയിലാണ്, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നവൻ, വെട്ടുക്കിളിയും കാട്ടുതേനുമൊക്കെ ഭക്ഷിച്ചവൻ. ലാളിത്യം സ്നാപകൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. സ്നാപകൻ ചില നിഷ്ഠയും നിലപാടുമുള്ളവനായിരുന്നുവെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോട് പരാതിയില്ലാതെ ജീവിക്കാനായിട്ട് സ്നാപകന് കഴിഞ്ഞത്. മരുഭൂമിയിൽ ജീവിക്കുക എന്ന് വെച്ചാൽ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോട് പരാതിയില്ലാതെ പരിഭവമില്ലാതെ ജീവിച്ചു കടന്നു പോയവനാണ്. നമുക്കും പറ്റണം ക്രിസ്മസിൻ്റെ ഈ ഒരുക്ക നാളുകളിൽ ഒരു സംതൃപ്തിയുടെ ജീവിതം, ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതം, നല്ല ആത്മീയ ദർശനം കിട്ടിയ പിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് പോലെ നല്ല വെളിച്ചവും കിട്ടിയ ഒരു ജീവിതം നമുക്കുണ്ടാകണം. സ്നാപകൻ്റെ മറ്റൊരു പ്രത്യേകത, താൻ ശബ്ദം മാത്രമാണെന്ന് താഴ്മയോട് കൂടിയിട്ട് സമ്മതിക്കുക. താഴ്മയോട് കൂടിയിട്ട് അതൊരു വല്ലാത്ത ദർശനമുള്ള മനുഷ്യനെ പറ്റുള്ളൂ. മഞ്ഞൻ ആരാ എന്നൊക്കെ ചോദിച്ചാൽ കൂടെയുള്ളവന് താൻ വലുതാണെന്ന് ബോധ്യം കൊടുക്കുന്നവൻ, കൂടെയുള്ളവന് താൻ വലുതാണെന്ന് ബോധ്യം കൊടുക്കുന്നവൻ, ഒരാളെയും ജീവിതത്തിൽ താഴ്ത്തിക്കെട്ടാതെ, അത് സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. പിന്നെ ഒരു മൗനത്തിൻ്റെ സാധനയുണ്ട് സ്നാപകൻ്റെ ജീവിതത്തിൽ. സ്നാപകൻ ഇങ്ങനെ അധികമൊന്നും മിണ്ടുന്നില്ല, മിണ്ടുന്നത് മുഴുവനും ക്രിസ്തുവിന് വേണ്ടി മാത്രം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നാപകൻ മിണ്ടുന്നത് മുഴുവനും തനിക്ക് വേണ്ടിയല്ല, തൻ്റെ കാര്യങ്ങൾ പറയാനല്ല, ക്രിസ്തുവിന് വേണ്ടി മാത്രം. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന ആത്മീയ ചിന്ത. ഒടുവിലായിട്ട് നാം അറിയേണ്ടത്, ചുറ്റുപാടുമൊക്കെയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് ജീവിതത്തിൽ നിലപാടെടുക്കുന്നവനല്ല, നിലപാടിൽ നിഷ്ഠയുള്ളവൻ. അതുകൊണ്ടാണ് ഹെറോദോസിൻ്റെ മുമ്പിൽ പോലും വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തല അറുക്കപ്പെടുന്ന സ്നാപകനെ നമ്മൾ കാണുന്നത്. പുൽക്കൂട് ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം, നമ്മളിങ്ങനെ ഈ കാറ്റത്തുലയുന്ന ഞാങ്ങണ പോലെ തീരുമാനങ്ങളൊക്കെ മാറ്റിയിട്ട് അത് എല്ലാ മേഖലയിലും. ഇന്നിപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ്. വിശ്വാസത്തിൻ്റെ മേഖലയിലും അങ്ങോട്ടും ചാഞ്ഞ് ഇങ്ങോട്ടും ചാഞ്ഞ്, അങ്ങനെയാണ് അങ്ങനെ, ഇങ്ങനെയാണ് ഇങ്ങനെ, ഒരു വ്യക്തതയില്ലാത്തൊരു ജീവിതശൈലി അപകടകരമാണ് പ്രിയപ്പെട്ടവരെ. ഏതു ജീവിതാന്തസ്സിലാണെങ്കിലും ജീവിതാവസ്ഥയിലാണെങ്കിലും എനിക്ക് നിഷ്ഠയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റണം. ചില കോംപ്രമൈസിങ് സ്റ്റൈൽ അപകടകരമാണ്. ചില ആളുകളൊക്കെ വെള്ളിയാഴ്ച ഇപ്പം അത്യാവശ്യമൊക്കെ വന്നാൽ നമ്മൾ ഇറച്ചി കൂടുന്നതിന് കുഴപ്പമുണ്ടോ? തന്ത്രപരമായൊരു ചോദ്യമാണ്. വെള്ളിയാഴ്ച അങ്ങനെ അത്യാവശ്യം വരുമോ? മരണമാണ് അപ്രതീക്ഷിതമായിട്ടൊക്കെ കടന്നു വരുന്നത്. അത്യാഹിതം പോലെ കടന്നു വരുന്ന ഒന്നൊന്നുമല്ല വെള്ളിയാഴ്ച, എല്ലാ ആഴ്ചയിലും ഉള്ളതാണല്ലോ. അത് വലിയൊരു അപരാധമാണോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ വല്ലാണ്ട് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ബോധ്യമുണ്ട്, വിശ്വാസത്തിൻ്റെ മേഖലയിലും ജീവിതാന്തസ്സിനോട് ബന്ധപ്പെട്ട ഇടങ്ങളിലും ആരെങ്കിലുമൊക്കെ വല്ലാണ്ട് കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനമെടുക്കുമ്പം അപകടപ്പെടും. നന്നായിട്ടിങ്ങനെ തമ്പുരാൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. എനിക്കറിയാം ഒരു കുടുംബത്തെ, ചെറുപ്പക്കാരാണ്,
മക്കളെയൊക്കെ ഇങ്ങനെ നല്ല കൃപയോട് കൂടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോവുക, വിശ്വാസം ജീവിക്കാൻ പഠിപ്പിക്കുക, കുഞ്ഞുനാൾ മുതൽ വചനം പഠിപ്പിക്കുക, ബൈബിളിൻ്റെ പേര് പഠിപ്പിക്കുക. ഇങ്ങനെ ആത്മീയതയെ ചുറ്റിപ്പറ്റിയിട്ട് മക്കളുടെ ജീവിതത്തെ അവരിങ്ങനെ വളരെ മനോഹരമായിട്ട് കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നത് കാണുമ്പം കൊതി വരും നമുക്ക്. അപ്പം അങ്ങനെയുള്ള ആളുകളും നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. എൻ്റെ ഇടവകയിൽ 5-6 മക്കളുള്ളൊരു കുടുംബമുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ രാവിലെ 6 മണിക്ക് ഇടവക പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഈ 6 മക്കളെയും കൂട്ടിയിട്ട് ഈ മനുഷ്യൻ ദേവാലയത്തിൽ വന്നിരിക്കുക. എന്നുവെച്ചാൽ നിലപാടിനകത്ത് നിഷ്ഠയുള്ള ജീവിതങ്ങളായി മാറുമ്പോഴാണ് സ്നാപകൻ്റെ പഠനം ഈ ക്രിസ്മസ് ഒരുക്കത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തലായിട്ട് രൂപാന്തരപ്പെട്ടു. നിലപാടിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ തയ്യാറാകാൻ പാടില്ല. എന്നുവെച്ചാൽ മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ആത്മീയ നിലപാടിനകത്ത് മായം ചേർക്കാൻ അനുവദിക്കാൻ പാടില്ല. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പാടില്ല. എല്ലാവരും മദ്യപിക്കുന്നിടത്ത് എനിക്ക് മദ്യപിക്കാമോ? പാടില്ല. ഇന്ന് വല്ലാണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ആ വീടും പശ്ചാത്തലത്തിൽ പോലും അവിടെ മദ്യം വിളമ്പുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പം ചങ്കിൽ ഭാരമാണ് ഉണ്ടായത്. ആദ്യമായി ഈശോയെ സ്വീകരിച്ചൊരു കുഞ്ഞ് കടന്നു വരുമ്പോൾ ആ പശ്ചാത്തലത്തെ ചുറ്റിപ്പറ്റിയിട്ട് അവിടെ അനുഗ്രഹത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സ്നാപകൻ വളരെ കൃത്യതയോടുകൂടിയിട്ട് എളിമയിലൊന്നിയ നിലപാടിലധിഷ്ഠിതമായ വളരെ ആധികാരികതയുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിത അടയാളമായിരുന്നു. ക്രിസ്മസ് എന്നൊക്കെ പറയണത് ലോകത്തെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചൊരു തിരുനാളല്ലേ. ലോകമെന്നും ഏത് മതവിശ്വാസിയും എന്നും തെല്ലു കൗതുകത്തോടു കൂടിയിട്ട് കാണുന്നൊരു പെരുന്നാളല്ലേ. ആ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുമ്പം ഈ മറ്റു കാഴ്ചപ്പാടിൽ നിന്നൊക്കെ മാറിയിട്ട് സ്നാപകൻ പഠിപ്പിച്ച എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം വരുത്തേണ്ട മേഖലകളെ മാറ്റാനുള്ള തീരുമാനത്തിലൂന്നിയ ഒരു ജീവിതയാത്ര ഉണ്ടാവട്ടെ. കുന്നും മലയും നിരത്തപ്പെടാൻ, താഴ്വരകൾ നികത്തപ്പെടാൻ, വളഞ്ഞ വഴികൾ നേരെയാക്കാൻ, പരിപരുത്തവ മൃദുവാക്കാൻ, അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കാനായിട്ട് സാധ്യമാവട്ടെ. അഹങ്കാരത്തിൻ്റെ ഒരുപിടി സാധ്യതകൾ തനിക്ക് അവകാശമായിട്ടുണ്ടായിരിക്കെ അതൊക്കെ മാറ്റിവെച്ചിട്ട് എളിമയോടെ ശബ്ദമാണെന്നും താൻ പിന്നണിയിലാകേണ്ടവനാണെന്നും പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവൻ പുറകെ വരുന്നവനാണെന്നും എന്നാൽ നിഷ്ഠയുള്ള നിലപാടുകളൊക്കെ ജീവിതത്തിലെടുത്തും പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചും വളരെ നിലപാടിനകത്ത് മായം ചേർക്കാത്ത അനുഭവത്തിൽ ആയിരുന്നു സ്നാപകൻ പഠിപ്പിക്കുന്ന ചൈതന്യങ്ങളെ നമുക്കുമൊന്ന് ആർജിക്കാം. അതിൻ്റെ ചുവട് പിടിച്ച് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഈശോയെ, പരസ്യജീവിതത്തിനൊരുക്കമായിട്ട് സ്നാപകൻ പഠിപ്പിച്ചതും പങ്കുവച്ചതുമൊക്കെ ഞങ്ങൾ ധ്യാനിച്ചതോട് ചേർത്ത് അതേ ചൈതന്യത്തെ അവിടുത്തെ പുൽക്കൂട് ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിലും ഞങ്ങൾക്ക് കരുത്തായി മാറ്റണമേ. വലിയ അഭിഷേകവും കൃപയും ഏകണമേ. വലിയ അനുഗ്രഹത്തിന് കാരണമായി സ്നാപക ജീവിത ദർശനം ക്രിസ്മസ് ഒരുക്കത്തിൽ ഞങ്ങളെ സഹായിക്കട്ടെ. സ്നാപക യോഹന്നാൻ്റെ ജീവിത ദർശനം ഞങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ. നൽകിയ ബോധ്യങ്ങൾക്ക് നന്ദിയും കൂടുതൽ ചൈതന്യദായകമായ ഒരുക്കത്തിൻ്റെ ഒന്നായി ഇത് മാറാനുള്ള കൃപയും ഞങ്ങൾ യാചിക്കുന്നു. സകല അനുഗ്രഹങ്ങളും നന്മകളും ഏകണമേ. അമ്മേ മാതാവേ, വിശുദ്ധ യോസേപ്പേ, പ്രത്യേകം പ്രാർത്ഥിക്കണേ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ജീവിതത്തിൽ നിറയട്ടെ. സ്നാപക ജീവിത ദർശനം ഏറ്റെടുത്ത് പുൽക്കൂട്ടിൽ ഉണ്ണിയെ ദർശിക്കാൻ ക്രിസ്മസ് അനുഗ്രഹമാക്കാനിടയാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.